തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന കേസിൽ DIG MK വിനോദ് കുമാറിനെതിരെ കൂടുതൽ അന്വേഷണം. ജയിലുകളിലെ DIGയുടെ രാത്രികാല സന്ദർശനത്തിൽ വിജിലൻസ് പരിശോധന നടത്തും. MK വിനോദ് കുമാറിനെതിരെ വകുപ്പ് തല നടപടി ഉടൻ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. 2022 MK വിനോദ് കുമാർ നടത്തിയ സന്ദർശനങ്ങളാണ് വിജിലൻസ് അന്വേഷിക്കുക. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG മറ്റു ജില്ലകളിലെ ജയിലുകളിൽ സന്ദർശനം നടത്തുമ്പോൾ മുൻകൂർ അനുമതി തേടേണ്ടതുണ്ട്. എന്നാൽ യാതൊരു അനുമതിയുമില്ലാതെയാണ് MK വിനോദ് കുമാർ കോട്ടയം, മൂവാറ്റുപുഴ, പൊൻകുന്നം തുടങ്ങിയ ജയിലുകളിൽ സന്ദർശനം നടത്തിയത്. 1 മണിക്കൂർ വരെ ജയിലുകളിലെ സന്ദർശനം നീളുകയും ചെയ്തു. പണം വാങ്ങിയതിനു ശേഷം തടവുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയതിന്റെ ഭാഗമായിട്ടാണ് നിയമവിരുദ്ധമായ ഈ സന്ദർശനമെന്നാണ് ആരോപണം. ജയിൽ വകുപ്പ്, മധ്യമേഖല DIG, സംസ്ഥാന ജയിൽ വകുപ്പ് മേധാവിക്ക് നിരവധി തവണ ഇതേക്കുറിച്ച് റിപ്പോർട്ട് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. വിനോദ് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിക്കാത്തതെന്നാണ് വിമർശനം. തടവുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പരോൾ അനുവദിക്കുന്നതിനും ഇവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമാണ് പണം സ്വീകരിച്ചിരുന്നത്. കൂടുതൽ പേരിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വിജിലൻസിന് സംശയമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിനോദ് കുമാറിന്റെ ഫോൺ കോൾ കേന്ദ്രീകരിച്ചും വിജിലൻസിന്റെ അന്വേഷണം. വിനോദ് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിനോദ് കുമാർ വാങ്ങിയ വസ്തുവകകളുടെ വിവരങ്ങൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.